പറയാൻ പോകുന്നത് ഒരു മന്ത്രവാദിയുടെയും കുരങ്ങന്റെയും കഥയാണ്. ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. മന്ത്രവാദി വർഷങ്ങളായിട്ട് കാട്ടിലാണ് ജീവിച്ചു വന്നിരുന്നത്. ഒരു ദിവസം മന്ത്രവാദി പതിവ് പോലെ കാട്ടിലൂടെ നടക്കുമ്പോൾ മന്ത്രവാദിയെ കാണാൻ അയൽ ഗ്രാമത്തിലെ രാമു വന്നു. രാമുവിനെ കണ്ട മന്ത്രവാദി ചോദിച്ചു, എന്താ രാമു ഈ വഴിയൊക്കെ? ഇത്രയും ദൂരം വന്ന് എന്നെ കാണാനാണെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഇത് കേട്ട രാമു പറഞ്ഞു, അതേ മന്ത്രവാദി, ഞാൻ വന്നതിലൊരു കാര്യമുണ്ട്. എന്റെ ഒരു അയൽവാസി രമേശനില്ലേ, അയാളെ കൊണ്ട് ഭയങ്കര ഉപദ്രവമായി എനിക്ക്. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് മന്ത്രവാദിക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഇത് കേട്ട മന്ത്രവാദി പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം. ഇതൊരു നിസ്സാര കാര്യമല്ലേ. ഞാൻ നിനക്കൊരു സൂത്രം തരാം. അത് പ്രയോഗിച്ചാൽ പിന്നെ അവന്റെ ശല്യം നിനക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞ് മന്ത്രവാദി മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഡൂം ബൂം ബാ. ആ സമയം അവിടെ ഒരു മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു. ഈ മാമ്പഴം നീ അവനെ കൊണ്ട് കഴിപ്പിച്ചാൽ മാത്രം മതി. ബാക്കി കാര്യം മാമ്പഴം നോക്കിക്കോളും. പക്ഷേ വേറെ ആരും ഇത് കഴിക്കാതെ നീ ശ്രദ്ധിച്ചോളൂ. രാമു മാമ്പഴവും മേടിച്ച് അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് യാത്രയായി. രാമു കുറേ ദൂരം കാട്ടിലൂടെ നടന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമുവിന് അതിയായ ക്ഷീണം അനുഭവപ്പെട്ടു. രാമു വിശ്രമിക്കാമെന്ന് കരുതി അടുത്ത് കണ്ട മരത്തിനരികെ മാമ്പഴവും വെച്ച് കിടന്നു. എന്നാൽ അതിയായ ക്ഷീണം കാരണം രാമു ഉറങ്ങിപ്പോയി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു കുരങ്ങൻ വന്നു. കുരങ്ങന്റെ ശ്രദ്ധയിൽ ഈ മാമ്പഴം പെട്ടു. ആർത്തിമൂത്ത കുരങ്ങനാണെങ്കിലോ ആ മാമ്പഴവും എടുത്ത് അവിടെ നിന്നും ഓടി എന്നിട്ട് അടുത്തുള്ള മരത്തിൽ കയറിയിരുന്നു. രാമു ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ അടുത്ത് വെച്ചിരുന്ന മാമ്പഴം കാണുന്നില്ല. രാമു മാമ്പഴവും തപ്പി അവിടെ മാകെ നടക്കാൻ തുടങ്ങി. അപ്പോഴതാ മരത്തിന്റെ മുകളിൽ മാമ്പഴവുമായി ഒരു കുരങ്ങൻ ഇരിക്കുന്നു. രാമു ആ കുരങ്ങനോട് മാമ്പഴം കഴിക്കല്ലേ, അത് ആപത്താ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആർത്തിമൂത്ത കുരങ്ങനുണ്ടോ അത് കേൾക്കുന്നു. ആ മാമ്പഴം മുഴുവനും തിന്നു തീർത്തു. മാമ്പഴം തിന്ന കുരങ്ങനാണെങ്കിലോ പെട്ടെന്ന് തന്നെ ഒരു എലിയായി മാറി. കുരങ്ങൻ ആകെ പേടിച്ചു പോയി. രാമു ആ സമയം കുരങ്ങനോട് പറഞ്ഞു, എത്ര തവണ പറഞ്ഞു അത് കഴിക്കാൻ പാടില്ലാന്ന്. മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ച് കഴിക്കുന്നതിന്റെ ശിക്ഷയാണ് നിനക്ക് കിട്ടിയത്. എലിയായ കുരങ്ങന് അപ്പോഴാണ് തന്റെ തെറ്റ് മനസ്സിലായത്. അവൻ അവിടെ നിന്നും അതും ആലോചിച്ച് വിഷമിച്ച് ഓടിപ്പോയി. അതേസമയം രാമു ചിന്തിച്ചു, എന്റെ കയ്യിലെ മാമ്പഴം പോയല്ലോ, ഇനി ഇപ്പോഴെന്താ ചെയ്യാ? ഞാൻ ചെയ്തതും ഒന്ന് ആലോചിച്ചാൽ തെറ്റാണ്. ആരോടും ഇത്ര ക്രൂരമായി പെരുമാറാൻ പാടില്ല. രാമുവിന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ പോയി. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത്? ആരെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കണമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. അതുപോലെ അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നതും തെറ്റാണ്. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.